ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പപാളി മറിച്ചു വിറ്റത് കടകംപള്ളിക്ക് അറിയാമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഒക്ടോബർ 8-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ 72 ദിവസമായി. എന്തെങ്കിലും തെളിവ് പ്രതിപക്ഷ നേതാവ് തന്നിട്ടുണ്ടോ? എൻ്റെ മുന്നിൽ ആ തെളിവില്ല. കോടതിക്ക് മുന്നിലും പ്രതിപക്ഷ നേതാവ് ആ തെളിവ് കൊടുത്തിട്ടില്ല. ദ്വാരപാലക ശില്പപാളികൾ മറിച്ചുവിറ്റത് ആർക്കാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ന അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്. കോടതിയിൽ 8 തവണ സിറ്റിംഗ് നടന്നു. 8 തവണ സിറ്റിംഗിൽ ആദ്യത്തെ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഭരണഘടനാ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട്, ഭരണഘടനാ പദവിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പൊളിഞ്ഞു. അത് ഭരണഘടനാ പദവിയല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്, അത് സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. അതുകൊണ്ട് ഭരണഘടനാ പദവിയുടെ പരിരക്ഷ അതിന് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഇത് ഹൈക്കോടതി റഫറൻസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്നേ വരെ ഈ 3 പ്രധാനപ്പെട്ട ജാമ്യം പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഒക്ടോബർ മുതൽ ഇതുവരെ നീളുന്ന ഹൈക്കോടതി വ്യവഹാരങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അത് ജാമ്യം കൊടുക്കുന്നതിലാവട്ടെ, SITയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേലാവട്ടെ, കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും സർക്കാരുമായിട്ടും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വാക്ക് ഈ പറയുന്ന റഫറൻസിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? കടകംപള്ളി സുരേന്ദ്രൻ്റെ അഭിഭാഷകൻ ചോദിച്ചൊരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ്റെ മറുപടി ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു റഫറൻസ് ഈ നിമിഷം വരെ കടകംപള്ളി സുരേന്ദ്രനോ ഈ സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന മട്ടിൽ നേരിട്ടുള്ളൊരു റഫറൻസ് ഇത്രയും നാളായല്ലോ ഈ കേസ് എത്ര റിപ്പോർട്ടുകൾ കൊടുത്തു, എത്ര ഇടക്കാല റിപ്പോർട്ടുകൾ കൊടുത്തു? ബിഗ് ഗൺസിനെ കുറിച്ച് പറയുന്നത് ആരാ ബിഗ് ഗൺസ്? നമ്മുടെ മുന്നിലുള്ള കുറച്ച് ചിത്രങ്ങളല്ലേ, കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലിരിക്കുന്ന ചിത്രം. ആ 2 ചിത്രം ഉണ്ടെങ്കിൽ 2 ചിത്രം മറുഭാഗത്തുമുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. സോണിയാഗാന്ധിയുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സോണിയാഗാന്ധി ഈ കേസിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ചെറിയ കാര്യമാണോ? നമുക്കാർക്കെങ്കിലും സോണിയാഗാന്ധിയുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകാൻ കഴിയുമോ? കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുമോ? സാധാരണ പ്രവർത്തകർക്ക്. പക്ഷേ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആൻ്റണിക്കൊപ്പം അവിടെ പോയി കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നത്? ചരടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ ഘട്ടത്തിൽ. അതിന് മുമ്പിൽ എനിക്ക് തെളിവുകളില്ല. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുക? എങ്ങനെ BJP MLA സതീഷ് കുമാറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുക? BJP MLA സതീഷ് കുമാർ, കർണാടകയിലെ BJP MLA സതീഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇന്ത്യയിലുണ്ട്. ഇതാണോ ബിഗ് ഗൺ? ഇതാണോ ബിഗ് ഷോട്ട്? അപ്പോൾ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്റെ ചോദ്യം ഹൈക്കോടതിയുടെ ദേവസ്വം മന്ത്രിയുടെ ഒരു റെഫറൻസ് പറ. ഹൈക്കോടതിയുടെ കേസിൽ അതാ എന്റെ ചോദ്യം. ഹൈക്കോടതിയുടെ കേസിൽ ഇതുവരെ SITയുടെ ഏതെങ്കിലും ഒരു ഇടക്കാല റിപ്പോർട്ടിൽ, ഇനി അത് വേണ്ട, ഏതെങ്കിലും ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പേരോ ദേവസ്വം മിനിസ്റ്റർ എന്ന വാക്കോ ഗവൺമെന്റ് എന്ന വാക്കോ ഈ ഹൈക്കോടതിയുടെ റഫറൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ പിന്നെ ആരെയാ ചോദ്യം ചെയ്യേണ്ടത്? ഈ ഫോട്ടോ വെച്ച് വേണം ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോ വെച്ച് ചോദ്യം ചെയ്യണം. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവനോടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ചിങ്ങം 1, അതായത് യുവതീ പ്രവേശന വിധി വരുന്നതിന് തൊട്ട് മുമ്പുള്ള ചിങ്ങം 1-ാം തീയതി നാമജപ ഘോഷയാത്രയുടെ ഒരു തുടക്കം ശബരിമലയിൽ വെച്ച് നടത്തി. അതിൽ മുഖ്യ അതിഥി ആരായിരുന്നെന്നറിയാമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ. പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമലയിൽ സംഘടിപ്പിച്ച നാമജപ യാത്രയുടെ തുടക്കം, സ്ത്രീ പ്രവേശന വിധി വരുന്നതിന് തൊട്ട് മുമ്പ്, അതിലെ പ്രധാന അതിഥിയാ. 4 ചടങ്ങിന്റെ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ട്. പക്ഷെ ഞാൻ ആരോപിക്കുന്നില്ല പ്രയാർ ഗോപാലകൃഷ്ണനാണ്. എന്റെ ചോദ്യം, ഈ ബിഗ് ഗൺസ് ഈ പ്രയാർ ഗോപാലകൃഷ്ണനാണോ? ഞാൻ ആരോപിക്കുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ പോലെ ഒരു ഭക്തൻ അത് ചെയ്യാൻ കഴിയില്ല.